ഹായ് അമീഗോസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യമഹയുടെ ഭയങ്കര യൂണീക്കായിട്ടുള്ള എന്നാലധികം ക്ലിക്കാവാതെ പോയൊരു മോട്ടോർ സൈക്കിളാണ്. യമഹ വളരെ പർപ്പസ്ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഇതെങ്കിലും നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള XSR എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു ടൈമിലാണ് യമഹ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വണ്ടിക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. സോ ഈ ഒരു വീഡിയോയിൽ ഈ വണ്ടിയുടെ കുറച്ച് സ്പെക്കും കാര്യങ്ങളും ചെറിയൊരു വാക്കറൗണ്ടും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെയാണ്. സോ ലെറ്റ്സ് നോ മോർ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് മീ ഫ്രാങ്കോ. വെൽക്കം ബാക്ക്. യമഹ FZX FZ V3യുടെയും V4ൻ്റെയും സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണിത്. FZ V3 V4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളിൽ ഈ ഒരു വണ്ടിയിൽ ഡിഫറൻസ് ഉള്ളൂ. ഒന്ന് ഒബ്വിയസ്ലി എസ്തെറ്റിക്കൽ ചേഞ്ചസ് ഉണ്ട്. റൈഡിങ് എർഗോണോമിക്സിലും ഈ ഒരു വണ്ടിയിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൈഡിങ് സ്റ്റാൻസ് ആണ് യമഹ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ FZ ഒരു സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ ഡിസൈനിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു വണ്ടി കുറച്ചും കൂടെ ഒരു ക്ലാസിക് റഗ്ഡ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്ലാസിക് എലമെൻസും ആ ഒരു റഗ്ഡ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ബോഡി പാനൽസും പാർട്സൊക്കെ ഈ ഒരു വണ്ടിയുടെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. റൗണ്ട് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ്, ആ ഒരു ക്ലാസിക് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഫ്യൂൽ ടാങ്ക്, വൺ സൈഡ് ആയിട്ടുള്ള ടാങ്ക് ലിഡ്, ആ ഒരു ടാങ്കിൻ്റെ സെൻട്രൽ പോർഷനിൽ വരുന്ന ആ പ്ലാസ്റ്റിക് പാർട്സൊക്കെ ആ ഒരു റഗ്ഡ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഇൻഡൻറ്റേഷൻസും ഗ്രൂവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക് വണ്ടിയിലൊക്കെ വരുന്ന രീതിയിലുള്ള പ്ലീറ്റഡ് സീറ്റ്സ് ആണ് ഈ ഒരു വണ്ടിയിലും വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റാണ്. നമ്മുടെ നോർമൽ FZയെക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ കംഫർട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ് യമഹ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് നോക്കുമ്പോൾ കാണാൻ അത്ര ഒരു രസമുള്ള ഡിസൈൻ അല്ലെങ്കിലും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രാബ് റീലാണ് യമഹ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായിട്ട് വളരെ സിമ്പിളായിട്ട് മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു LED ബ്രേക്ക് ലൈറ്റും LED ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും അതിൻ്റെ ലൈറ്റ്സും റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ FZയിൽ കാണുന്ന ആ ഒരു സെയിം ടയറാക്കറും നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. ഈ ഗ്രാബ് റീലിൻ്റെ സൈഡ് വൈസ് ലുക്ക് അത്ര അടിപൊളിയല്ല, കുറച്ചൊരു ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റിങ്സ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗ്രാബ് റീലാണ്. ബാക്ക് വീല് അതുപോലെ ഡിസ്ക് ബ്രേക്സ് ഇതെല്ലാം FZയുടെ സെയിം തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. എക്സോസ്റ്റ് സെയിം ആണെങ്കിലും എക്സോസ്റ്റിൻ്റെ കവറിൻ്റെ ഡിസൈനിൽ ചേഞ്ചസ് ഉണ്ട്. കുറച്ചും കൂടെ ആ ഒരു ക്ലാസിക് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയിൽ അവർ ചെയ്തിട്ടുള്ളത്. ബാക്കി പില്ലിയൻ ഫുഡ് റെസ്റ്റ് അതുപോലെ തന്നെ റയർ മോണോഷോക്ക് ഇതെല്ലാം നമ്മുടെ നോർമൽ FZയുടെ സെയിം തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത്. പക്ഷേ നമ്മുടെ റൈഡർ ഫുഡ് പെഗ് അതിൽ നല്ല ചേഞ്ച് ഉണ്ട്. ഫുഡ് പെഗിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ സിമിലർ ആണെങ്കിലും ഫുഡ് പെഗിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ നോർമൽ FZയുടെ റൈഡർ സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു ഫുഡ് പെഗ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു FZXൽ ഫുഡ് പെഗ് കുറച്ചും കൂടെ ഫ്രണ്ടിലാണ്, അതായത് റൈഡർ സീറ്റിൻ്റെ നേരെ താഴെയല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ടാണ് ആ ഒരു ഫുഡ് പെഗ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വണ്ടിയിൽ റൈഡിംഗ് സ്റ്റാൻസിന് നല്ലൊരു ചേഞ്ച് വരാനുള്ള മെയിൻ കാരണം ഈ ഒരു ഫുഡ് പെഗാണ്. ഫ്യൂൽ ടാങ്കിൻ്റെ സൈഡിലായിട്ട് FZXൻ്റെ ആ ഒരു 3D എംബ്ലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫ്യൂൽ ടാങ്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു മെറ്റാലിക് പാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഹോണ് അതുപോലെ ക്രാഷ് ഗാർഡ്സ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ FZയുടെ സിമിലർ ആണ്. പക്ഷേ എഞ്ചിൻ്റെ താഴെയായിട്ട് വരുന്ന ഈ ഒരു അണ്ടർ ബെല്ലി പാനൽ നോർമൽ FZയിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പക്ഷേ FZXൽ അതും ആ ഒരു മെറ്റാലിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ സിഗ്നാമ്, ചെയിന്, സാരി ഗാർഡ്, സെൻട്രൽ സ്റ്റാൻഡ്, ലൈറ്റ് സ്റ്റാൻഡ് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ നോർമൽ FZയിലുള്ള സെയിം സാധനം തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. സൈഡ് പാനലിലായിട്ട് യമഹയുടെ ഒരു ചെറിയ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. നോർമൽ FZ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് പാനലിലെല്ലാം തന്നെ ആ ഒരു ക്ലാസിക് റഗ്ഡ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ പാനൽസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ക്ലാസിക് എലമെൻറ്റ്സും റഗ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള പാനൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ ബാറിൻ്റെ ഡിസൈനിലും ചേഞ്ച് ഉണ്ട്. കുറച്ചും കൂടെ ഒരു അപ്രൈറ്റ് റൈഡിംഗ് പോസ്ചർ കിട്ടുന്ന രീതിയിലുള്ള റേസ്ഡ് ഹാൻഡിൽ ബാർസ് ആണ് യമഹ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എൻജിൻ സൈഡിലേക്ക് നോക്കുമ്പോൾ യമഹ ഒരുപാട് കാലമായിട്ട് FZയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 149cc എയർ കൂൾഡ് 4 സ്ട്രോക്ക് SOHC 2 വാൽവ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിലും
കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ടോർക്ക് വരുന്നത് 13.3 Nm അറ്റ് 5500 RPM. മാക്സിമം പവർ വരുന്നത് 12.4 PS അറ്റ് 7250 RPM ആണ്. 5 സ്പീഡോട് കൂടിയിട്ടുള്ള ഒരു ഗിയർ ബോക്സും അതുപോലെ തന്നെ നോർമൽ വെറ്റ് ക്ലച്ചും ആണ് ഈ ഒരു വണ്ടിയിൽ യമഹ കൊടുത്തിട്ടുള്ളത്. ഇനി ഷാസി നോക്കുകയാണെങ്കിൽ നോർമൽ FZയിൽ വരുന്ന പോലെ തന്നെ ഡയമണ്ട് ഫ്രെയിം ആണ് വരുന്നത്. സിംഗിൾ ഡൗൺ ടു ഫ്രെയിം ആണ്. ഇനി ഫ്രണ്ട് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ FZയിൽ വരുന്ന ആ ഒരു സെയിം സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് ആയാലും കാലിപ്പർ ആയാലും ഫ്രണ്ടിലെ സസ്പെൻഷനും നോർമൽ ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് വരുന്നത്. വീലായാലും ഒക്കെ സെയിം സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വന്നിട്ടുള്ളത്. FZ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ വരുന്നത് ഈ ഒരു വണ്ടിയിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഫോക്ക് ബൂട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ ആ ഒരു പാനലിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിലൊരു മെറ്റൽ പ്ലേറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ കൂടി ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടലി ഈ ഫ്രണ്ടിൽ നിന്നൊക്കെയുള്ള ഈ ഒരു ലുക്ക് നോക്കുമ്പം FZ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ FZയുടെ അത്ര ഒരു അടിപൊളി ലുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി സ്വിച്ച് ഗിയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വിച്ചസ് ആണ് യമഹ കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ താഴെയായിട്ട് ഹോണുണ്ട്, പിന്നെ മേലെ ഇൻഡിക്കേറ്റർ, ലൈറ്റിനായിട്ട് 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നോർമലി വരുന്ന പോലെ തന്നെ ഒരു ബ്രൈറ്റ് ആൻഡ് ഡിം സ്വിച്ച്, അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ DRLന് ഒരു ബ്രൈറ്റ് ആൻഡ് ഡിം സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ പാസ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. നോർമൽ FZ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു സ്വിച്ച് ഗിയർ ആണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ മെയിൻ കൺസോളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാറിലൊക്കെ വരുന്ന പോലെ USB ചാർജർ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യണം. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നോർമൽ FZയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു എൻജിൻ കിൽ സ്വിച്ചും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും ആണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിളും ഒക്കെ നമ്മൾ FZയിലൊക്കെ വരുന്ന ഒരു സെയിം സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ റൗണ്ട് അല്ലെങ്കിലും ഈ ഒരു ക്ലാസിക് ഡിസൈനിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കൺസോൾ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. മുകളിലായിട്ട് വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റൗണ്ട് ആയിട്ടുള്ളൊരു ടാക്കോമീറ്ററും അതുപോലെ തന്നെ കുറച്ച് എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സ്പീഡോമീറ്ററും അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നോർമലായിട്ട് കൺസോളിൽ വരുന്ന ഓഡോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2, ട്രിപ്പ് F, ടൈം, ട്രാക്ഷൻ കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കൺസോളിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ വരുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു കൺസോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ലാമ്പോട് കൂടിയിട്ടുള്ള ഒരു റൗണ്ട് ഡിസൈനിലുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് പ്രൊജക്ടർ ലാമ്പും അതിന് ചുറ്റുമായിട്ട് ഒരു 3 റൗണ്ട് സെഗ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു DRLും ആണ് ഈ ഒരു ലൈറ്റിൽ വരുന്നത്. ഈ ഒരു DRL ഡിമ്മും ബ്രൈറ്റും ആക്കാനുള്ള ഒരു ഓപ്ഷന് ഈ ഒരു വണ്ടിയുടെ സ്വിച്ച് ഗിയേഴ്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. വിസിബിലിറ്റിയുടെ കാര്യം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് മെയിൻ കാരണം ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ എലമെൻറ്റിലാണ്. പക്ഷേ ഈ ഒരു ഹെഡ്ലൈറ്റ് മാത്രം കുറച്ചൊരു മോഡേൺ ടെക്നോളജി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വണ്ടിക്ക് തീരെ മാച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള XSRലൊക്കെ വരുന്ന പോലത്തെ ഒരു ഹെഡ്ലൈറ്റ്, അതായത് റൗണ്ട് ആയിട്ടുള്ള നമ്മളെ സിമ്പിൾ ക്ലാസിക് വണ്ടികളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഈ ഒരു വണ്ടിയിൽ യമഹ കൊടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു വണ്ടി കുറച്ചും കൂടെ ക്ലിക്കായിനി എന്നൊരു ഫീൽ എനിക്കുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു വണ്ടിയിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ യമഹ ആ ഒരു നോർമൽ കമ്മ്യൂട്ടിംഗ് പർപ്പസ് എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എല്ലാം ആപ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു വണ്ടി യമഹ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുണ്ട് എന്ന് തന്നെ പറയുള്ളൂ. കാരണം പണ്ടത്തെ FZ പോലെയല്ല ഇപ്പോൾ വരുന്ന FZ V3 ആയാലും V4 ആയാലും കുറച്ച് നല്ല രീതിയിൽ സീറ്റ് ഹൈറ്റും ഉണ്ട്. അതുമല്ല കുറച്ചൊരു എൻഗേജിങ് ആയിട്ട് നമുക്ക് ഓടിക്കേണ്ട ഒരു റൈഡിംഗ് പോസ്റ്ററാണ് ഈ ഒരു 2 വണ്ടിയിലും വരുന്നത്. അതായത് സീറ്റിൻ്റെ തൊട്ട് താഴെയാണ് ഫുഡ് പെഗ് വരുന്നത്. അതുകൊണ്ട് ഒരു പൊടിക്ക് സ്പോർട്ടി ഫീലും ഒരു അപ്രൈറ്റ് ഫീലും കൂടെ മിക്സ് ചെയ്ത രീതിയിലുള്ള ഒരു റൈഡിംഗ് പോസ്റ്ററാണ് ആ ഒരു വണ്ടിയിൽ വരുന്നത്. പൊതുവെ യൂത്തിനും അതുപോലെയുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെങ്കിലും നമ്മൾ കുറച്ചൊരു സെറ്റിൽഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ആ ഒരു റൈഡിംഗ് എർഗോണമിക്സ് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വണ്ടി ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇതിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്ററാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. നമ്മൾ പണ്ടൊക്കെ ബുള്ളറ്റൊക്കെ ഓടിക്കണം ആ ഒരു ഫീലിൽ നമുക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അതായത് കുറച്ചും കൂടെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഡേ ടു ഡേ റൈഡിനും നോർമൽ സിറ്റി കമ്മ്യൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വണ്ടി. പക്ഷേ ഈ ഒരു വണ്ടി ഫെയിൽ ആവാൻ മെയിൻ കാരണം ഇതിൻ്റെ ഈ ഒരു എസ്തെറ്റിക് ലുക്ക് തന്നെയാണ്. FZ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓവറാൾ ലെങ്ത്തിൽ ഒരു 20 mm കുറവാണ്, ഓവറാൾ വിഡ്ത്ത് ഒരു 5 mm കൂടുതലാണ്, ഹൈറ്റ് ഒരു 20 mm കൂടുതലാണ്.
കൂടുതലാണ്. സീറ്റ് ഹൈറ്റ് ഈ ഒരു വണ്ടിയിൽ 20 mm കൂടുതലാണെങ്കിലും കുറച്ചും കൂടെ പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നത് ഈ ഒരു വണ്ടിയിലാണ്. മേ ബി സീറ്റ് കുറച്ച് കുഷൻ ആയതുകൊണ്ടും FZ V3യുടെയും V4ന്റെ ഒക്കെ റൈഡർ സീറ്റ് വെച്ചിട്ട് ഈ ഒരു സീറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു നേരോ ആയതുകൊണ്ടും ആയിരിക്കണം കുറച്ചും കൂടെ പ്ലാന്റഡ് ആയിട്ടുള്ള ഫുട്ട് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ബാക്കി വീൽ ബേസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം തന്നെ സെയിം ആണ്. പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുമ്പം 10 ലിറ്റർ ആണ് വരുന്നത്. നോർമൽ FZയിൽ 13 ലിറ്റർ ആണ്. അതുപോലെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നോർമൽ FZ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 3 കിലോഗ്രാം കൂടുതലാണ്. അതിന് മെയിൻ റീസൺ ഈ ഒരു വണ്ടിയിൽ കുറച്ചധികം മെറ്റൽ പാർട്സ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെ ആയിരിക്കണം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു വണ്ടിയുടെ സൈഡ് ഫയറിങ്, ടാങ്ക് ഭാഗം, സീറ്റ് അതൊക്കെ അടിപൊളിയാണ്. മെയിനായിട്ട് ഈ ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ടെയിൽ സെക്ഷനിലെ ആ ഒരു ഗ്രാബ് റീലിൻ്റെയും ടെയിൽ ലൈറ്റിൻ്റെ ഒക്കെ ആ ഒരു സെക്ഷനോ പില്ലൻ സീറ്റൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടുവന്നാൽ ഈ ഒരു വണ്ടി അടിപൊളിയാവും. അതായത് പണ്ടത്തെ നമ്മുടെ കവാസാക്കിയുടെ ബോക്സർ മോട്ടോർ സൈക്കിൾ ഉണ്ട്, അതിൻ്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് ഈ ഒരു വണ്ടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാവും. അതുപോലെ തന്നെ പ്രൈസും FZയേക്കാളും കുറച്ചൊന്ന് പൊടിക്ക് താഴെ നിൽക്കുന്ന രീതിയിൽ പ്രൈസും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യമഹയാണ്, യമഹ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. നമ്മുടെ FZ25 ഒക്കെ ഡിസ്കണ്ടിന്യൂ ആയ പോലെ തന്നെ ഈ ഒരു വണ്ടിയും സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ യമഹ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അതിനേ ചാൻസ് കൂടുതലുള്ളൂ. എന്തായാലും യമഹ കൂടുതലായിട്ടും ഈ ലോവർ CC സെഗ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നു എന്നൊരു ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മോട്ടോർ സൈക്കിൾസ് യമഹൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതൊക്കെ റീഡിസൈൻ ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.